ബേക്ക് ആൻഡ് ടേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ബേക്കിംഗ് പഠിക്കാൻ ഇഷ്ടമാണോ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണണം, ചാനൽ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങളെ പഠിപ്പിക്കുന്നത് കപ്പ് കേക്കാണ്. കപ്പ് കേക്ക് ആകുമ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്ന കപ്പ് കേക്കാണ് കേട്ടോ. നല്ല ക്രീമൊക്കെ ചെയ്ത് നമ്മൾ സെയിൽ ചെയ്യുന്ന കപ്പ് കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സപ്പോർട്ടും ചെയ്യണേ. വീഡിയോ ഫുള്ള് കണ്ടാൽ മാത്രമേ നമുക്കത് വൃത്തിയായിട്ട് പഠിക്കാനും മനസ്സിലാക്കാനും പറ്റുള്ളൂ കേട്ടോ. ആദ്യം നമുക്ക് കപ്പ് കേക്കിൻ്റെ മോൾഡ് ഒന്ന് ശരിയാക്കി എടുക്കാം കേട്ടോ. നമുക്ക് ഈ ഷോപ്പിലൊക്കെ പോകുമ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ ബോക്സിലാക്കി കപ്പ് കേക്കിൻ്റെ മോൾഡൊക്കെ ഇട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത് കുഞ്ഞ് കപ്പ് കേക്കിൻ്റെ മോൾഡാണ് കേട്ടോ. നമ്മൾ ബേക്കറി കടയിലൊക്കെ ഇത് വിൽക്കുന്ന കപ്പ് കേക്കിൻ്റെ മോൾഡാണ്. ഇതുപോലത്തെ ചെറിയ കപ്പ് കേക്കായിരിക്കും. അപ്പോൾ ഈ ഒരു കപ്പ് കേക്കിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 60 രൂപയാണ് കേട്ടോ. നമുക്ക് ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇത് നല്ല നൈസായിട്ടുള്ള മോൾഡാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് നേരിട്ട് നമുക്ക് പാത്രത്തിൽ വെച്ച് വേവിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഈ കപ്പ് കേക്കിൻ്റെ മോൾഡ് വയ്ക്കുന്ന ആ ഒരു ഇതൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. നമുക്ക് ബേസൊക്കെ നമുക്ക് ഇത് ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലത്തെ ചായ കപ്പ്, നമുക്ക് പേപ്പർ കപ്പ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ആ കപ്പിൽ വേണം നമ്മളിതിനെ വേവിച്ചെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇത് നമ്മൾ മാവ് ഒഴിക്കുമ്പോൾ അതങ്ങ് വിരിഞ്ഞു പോവും, നമുക്ക് അത് നേരെ വെന്ത് കിട്ടില്ല. അപ്പം നമ്മൾ ഇതുപോലത്തെ ചെറിയ ചായ കപ്പ് വാങ്ങിക്കുക. അതിനുശേഷം ഈ ഒരു മോൾഡ് നമ്മളിതിൽ വച്ചതിന് ശേഷം അതിൻ്റെ അളവിനൊന്ന് വെട്ടി കൊടുക്കുക കേട്ടോ. നിങ്ങൾ കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ വേണ്ടി നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് അളവിലാണ് തയ്യാറാക്കി കാണിക്കുന്നത്. 2 മുട്ട കൊണ്ടാണ് നമ്മളിന്ന് ഈ ഒരു കപ്പ് കേക്ക് തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ റൗണ്ടിന് കട്ട് ചെയ്ത് എല്ലാം എടുക്കണം കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് അത് ചരിഞ്ഞ് പോകുമ്പോൾ നമ്മൾ മാവ് ഒഴിക്കുമ്പോൾ അതങ്ങ് വിരിഞ്ഞു പോവാതെ നല്ലതായിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ കപ്പ് കേക്ക് എല്ലാം ഇവിടെ ഒരു 4-5 കപ്പ് കേക്കിനനുസരിച്ച് എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ ബാക്കി വരുന്ന മാവ് നമ്മൾ ഈ പേപ്പർ കപ്പിലും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഒരു ബൗൾ എടുക്കുക, അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പം ഞാൻ ഇവിടെ 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ വാനില എസൻസ് ചേർക്കുന്നില്ല, പിസ്ത മിക്സാണ് ചേർക്കുന്നത് കേട്ടോ. നമുക്ക് ബേക്കറി ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇതിൽ നിന്ന് 2-3 തുള്ളി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് കളർ കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മളത് ചെയ്ത് വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ 1-2 തുള്ളി കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ലൊരു മണവും ഫ്ലേവറൊക്കെ ഉള്ള നല്ല അടിപൊളി കേക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ് ഈ ഒരു കപ്പ് കേക്ക്. ഇനി ഇത് നല്ലതുപോലെ ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് പഞ്ചസാര പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുക കേട്ടോ. മധുരം കുറവ് ആവശ്യമുള്ളവർക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്താലും മതി കേട്ടോ. അതിനുശേഷം നല്ലതുപോലെ സ്പീഡ് കൂട്ടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബേക്കിംഗ് ഒക്കെ പഠിക്കാൻ ആഗ്രഹമുള്ളവർ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതിലിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾ കണ്ട് നല്ല രീതിയിൽ ചെയ്ത് പഠിക്കുക. ബേക്കറി ഐറ്റങ്ങളെല്ലാം ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, എങ്കിൽ മാത്രമേ അത് എല്ലാം മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. നമ്മൾ 2 മുട്ടയ്ക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം ഞാൻ ഇവിടെ പതുക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ അതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ 1/2 കപ്പ് അളവിൽ മൈദാമാവും പിന്നെ 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. അത് കുറച്ച് വീതം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ കട്ടിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു 2 സ്പൂൺ അളവിൽ പാലോ അല്ലെങ്കിൽ വെള്ളമോ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, ചെറു ചൂടുവെള്ളം. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് വന്നപ്പോൾ ഒട്ടും തന്നെ കളറില്ലായിരുന്നു. പിന്നെ ഞാൻ ഒരു തുള്ളി കളറും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. അപ്പം നല്ലതായി ഇതുപോലെ ലൂസായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു കപ്പിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് വീതം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതൊരു ചെറിയ മോൾഡ് ആയതുകൊണ്ട് നിങ്ങൾ അരഭാഗം മാത്രം ഒഴിക്കുക കേട്ടോ. നമ്മൾ കൂടിപ്പോയി കഴിഞ്ഞാൽ അത് പൊങ്ങി ഇത് നിറഞ്ഞു പോവും. അപ്പം ഞാൻ ഇവിടെ അതിൻ്റെ അരഭാഗത്തോളം എല്ലാം ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ.
അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ഒരു ഹൈപ്പ് എന്ന ഓപ്ഷൻ എല്ലാവരും കൊടുക്കണം കേട്ടോ. ലൈക്കും ചെയ്യണേ. എല്ലാവരും എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കും സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ. ഞാൻ നിങ്ങളെ എല്ലാവരെയും നല്ല രീതിയിലാണ് കേക്കൊക്കെ ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നത്. അപ്പോഴെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. പെട്ടെന്ന് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് നിറയെ സബ്സ്ക്രൈബൊക്കെ കിട്ടാൻ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ബാക്കി ഇരുന്നത് 2 കപ്പിലാക്കി ഞാൻ ഇത് ചായ കപ്പിലും കൂടി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ ഒന്ന് എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടി ഒന്ന് ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ അലുമിനിയം പാത്രം 10 മിനിറ്റ് ചൂടാക്കാൻ വേണ്ടി വച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു സ്റ്റീൽ പാത്രത്തിലാണ് നമ്മൾ ഇതിനെ വച്ച് വേവിച്ചെടുക്കുന്നത് കേട്ടോ. നമുക്ക് നേരിട്ട് വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു സ്റ്റീൽ പാത്രം എടുക്കാം. അതിനുശേഷം അതിലേക്ക് എല്ലാം ഒന്ന് വച്ച് കൊടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. നിങ്ങൾക്ക് 15 മിനിറ്റ് ആകുമ്പോൾ വെന്തില്ല എന്നുണ്ടെങ്കിൽ ഒരു 2-3 മിനിറ്റും കൂടി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇത് പെട്ടെന്നാവട്ടെ, കുഞ്ഞു കേക്കല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഇവിടെ ഒന്ന് അലുമിനിയം പാത്രത്തിൽ ഇതുപോലത്തെ ഒരു ഇത് വച്ചിട്ടുണ്ട്. അതിലേക്ക് ഇറക്കി വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. അങ്ങനെ നല്ല ടേസ്റ്റിയും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ കപ്പ് കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചൂടാറിയ ശേഷം നമുക്ക് ക്രീമൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നല്ല പഞ്ഞി പോലത്തെ കേക്കാണ്. അപ്പം നിങ്ങൾ ഇതുപോലത്തെ കപ്പ് കേക്ക് മോൾഡിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു 11 കേക്കൊക്കെ നമുക്ക് 2 മുട്ടയിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം നല്ല പഞ്ഞി പോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ഇത് ക്രീം ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ക്രീം തേക്കുമ്പോൾ നമ്മൾ ആ ക്രീം കൊടുക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ആ റോസ് നോസിലാണ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 1 എമ്മിൻ്റെ നോസിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ ഇവിടെ ക്രീമിലേക്ക് കുറച്ച് ഓറഞ്ചും അതുപോലെ തന്നെ യെല്ലോ കളറും കൂടി മിക്സ് ചെയ്താണ് ഞാൻ ഇതിലേക്ക് ക്രീം കൊടുക്കുന്നത് കേട്ടോ. 1 എം ആണ് കേട്ടോ ഞാൻ എടുക്കുന്ന റോസ് നോസിൽ. നല്ലതായിട്ട് റോസ് ഫ്ലവർ നല്ലതായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു നോസിലാണ് കേട്ടോ. അപ്പോൾ കപ്പ് കേക്കൊക്കെ നല്ലതുപോലെ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം അപ്പോൾ നല്ല രീതിയിൽ കണ്ടോ, നമുക്ക് റോസ് ഫ്ലവർ എങ്ങനെയാണോ വരുന്നത് അതേപോലെ നമുക്ക് ഈ ഒരു നോസിൽ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ഇവിടെ 4 എണ്ണത്തിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രസമുള്ള കേക്കാണ്. നല്ല ക്രീമൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഇതുപോലെ എല്ലാത്തിലും ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് ഷുഗർ ബോൾസ് അല്ലെങ്കിൽ നമുക്ക് സ്പ്രിങ്കിൾസ് നമുക്ക് ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. പല കളറിലായിട്ടുള്ള സ്പ്രിങ്കിൾസ് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. കാണിച്ചിരുന്ന ഇതുപോലത്തെ അതൊക്കെ ഒന്ന് കുറച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇന്ന് കാണിച്ച ഈ ഒരു കപ്പ് കേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിൽ കേക്കൊക്കെ ഉണ്ടാക്കി സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സപ്പോർട്ടും ഹൈപ്പ് എന്ന ഓപ്ഷനും എല്ലാവരും കൊടുക്കണം. വീഡിയോ എല്ലാവരും ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണേ.